കൊളംബിയയിലെ ഇടതൂർന്ന ആമസോൺ കാടിന് മുകളിലൂടെ ഒരു ചെറിയ സ്വകാര്യ വിമാനം പറക്കുകയായിരുന്നു. പെട്ടെന്നാണത് സംഭവിച്ചത്. എഞ്ചിൻ പെട്ടെന്ന് തകരാറിലാകുന്നു. ഇപ്പോൾ ക്രാഷ് ലാൻഡിംഗ് അനിവാര്യമാണ്. വിമാനത്തിൽ ഒരു അമ്മയും അവരുടെ 4 കുട്ടികളുമാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും ചെറുതിന് വെറും 11 മാസം മാത്രം പ്രായം. എങ്ങനെയോ ക്രാഷ് ലാൻഡിങ്ങിൽ അവർ രക്ഷപ്പെടുന്നു. പക്ഷേ ഈ കുട്ടികൾ ഈ അപകടകരമായ കാടിനുള്ളിൽ ജീവിക്കുവാൻ കഴിയുമോ? അതോ ആമസോണിൻ്റെ ആയങ്ങൾ അവരെ എന്നേക്കുമായി വിഴുങ്ങുമോ? ഇതൊരു സാങ്കല്പിക കഥയല്ല, ഇതൊരു യഥാർത്ഥ സംഭവമാണ്. ആ വിമാനം അവിടെ ക്രാഷ് ചെയ്ത് കാട്ടിൽ ഭൂരിഭാഗം ആളുകളും മരിച്ചു. വീഡിയോയിലേക്ക് പോകും മുമ്പ് ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ഡോക്യുമെൻ്ററികൾ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ സംഭവം വളരെ പഴയതൊന്നുമല്ല. 2023 മെയ് 1 രാവിലെ കൊളംബിയയിലെ ക്യൊക്കിറ്റ പ്രവിശ്യയിലെ ആകാശം തെളിഞ്ഞതായിരുന്നു. ഒരു വെളുത്ത സെസ്റ്റ 206 വിമാനം ഒരു ചെറിയ എയർ ട്രിപ്പിനായി പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നു. ഇതൊരു വലിയ വിമാനമല്ല, വെറും 6 സീറ്റുകളുള്ള ഒരു ചെറിയ വിമാനം. ആമസോണിൻ്റെ ഇടതൂർന്ന വനങ്ങളുടെയും നദികളുടെയും മുകളിലൂടെ പറന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നു. പക്ഷേ ആ ദിവസം ആ വിമാനത്തിൻ്റെ വിധി ലക്ഷ്യസ്ഥാനമല്ല, ദുരന്തമായിരുന്നു. വിമാനത്തിൽ ആകെ 7 ആളുകൾ ഉണ്ടായിരുന്നു. പൈലറ്റ്, കോ പൈലറ്റ്, ഒരു അമ്മയും അവരുടെ 4 ചെറു കുട്ടികളും. ഏറ്റവും മൂത്തത് 13 വയസ്സുള്ള ലെസി, പിന്നെ 9 വയസ്സുള്ള സോളനി, 4 വയസ്സുള്ള ടിയൻ, ഏറ്റവും ചെറിയത് 11 മാസം പ്രായമുള്ള ക്രിസ്റ്റിൻ. ഈ കുടുംബം മുഴുവൻ ആമസോണിൻ്റെ മുകളിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. കുട്ടികളുടെ അമ്മ മഗ്നോളിയക്ക് യാത്രയെക്കുറിച്ച് അല്പം ആശങ്കയുണ്ടായിരുന്നു. കാരണം കാലാവസ്ഥ പെട്ടെന്ന് മാറുന്നതിന് പ്രസിദ്ധമാണ് ഇവിടം. വിമാനം രാവിലെ 7:30 റൺവേയിൽ നിന്നും പുറപ്പെട്ടു. എഞ്ചിൻ്റെ ശബ്ദം പതുക്കെ ആകാശത്തേക്ക് മങ്ങി. താഴെ ഇടതൂർന്ന ആമസോൺ വനം മേഘങ്ങളിലൂടെ ദൃശ്യമായി. കുട്ടികൾക്ക് ഈ ഒരു യാത്ര ആവേശകരമായിരുന്നു. ജനലിലൂടെ നോക്കി നദികളും ആനന്ദമായ പച്ചപ്പും കണ്ട് അവർ മഴങ്ങി. പക്ഷേ പൈലറ്റിൻ്റെ കണ്ണുകൾ നിരന്തരം മാറുന്ന മേഘങ്ങളിലായിരുന്നു. അല്പസമയത്തിനു ശേഷം ആകാശത്തിൻ്റെ നിറം മാറാൻ തുടങ്ങി. ഇളം മേഘങ്ങൾ ഇപ്പോൾ ഇരുണ്ടതും ഇടതൂർന്നതുമായി. പെട്ടെന്ന് എഞ്ചിൻ ശബ്ദത്തിനിടയിൽ ഇടിമുഴക്കം കേട്ടു. പൈലറ്റ് കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ റേഡിയോ സിഗ്നലുകൾ ദുർബലമായിരുന്നു. കുട്ടികളുടെ അമ്മ സീറ്റ് ബെൽറ്റ് ശക്തമായി ഉറപ്പിച്ച് ഏറ്റവും ചെറിയ മകൻ ക്രിസ്റ്റിനെ മടിയിൽ ശക്തമായി പിടിച്ചു. വിമാനം ഇപ്പോൾ കൊടുങ്കാറ്റിൽപ്പെട്ടു. കാറ്റ് അത്ര ശക്തമായിരുന്നു, വിമാനം കുലുങ്ങുവാൻ തുടങ്ങി. മഴത്തുള്ളികൾ ഗ്ലാസിൽ ശബ്ദമുണ്ടാക്കി അടിക്കുകയും മേഘങ്ങളിലൂടെയുള്ള മിന്നൽ ഇരുട്ടിനെ കീറി ഉള്ളിൽ ഭയം സൃഷ്ടിക്കുകയും ചെയ്തു. ഇപ്പോൾ കുട്ടികളുടെ കണ്ണിൽ ഭയം പ്രത്യക്ഷപ്പെട്ടു. ലെസി സഹോദരങ്ങളെ ശാന്തമാക്കാൻ ശ്രമിച്ചു. പക്ഷെ അവളുടെ തന്നെ ഹൃദയം വേഗത്തിൽ ഇടിക്കുകയായിരുന്നു. പിന്നെ പെട്ടെന്നൊരു ഉച്ചത്തിലുള്ള സ്ഫോടനം. എഞ്ചിൻ വിചിത്രമായ ശബ്ദമുണ്ടാക്കി. വിമാനം വീയാൻ തുടങ്ങി. സീറ്റ് ബെൽറ്റുകൾ വലിച്ചു. ആളുകൾ നിലവിളിച്ചു. മുഴുവൻ വിമാനവും വായുവിലും കുലുങ്ങി ഭൂമിയിലേക്ക് വേഗത്തിൽ ഇറങ്ങി. വിമാനം നിലത്തിരിച്ചപ്പോൾ ഒരു ഉച്ചത്തിലുള്ള സ്ഫോടനത്തിന്റെ പ്രതിധ്വനി ചുറ്റും പരന്നു. ഇടതൂർന്ന വനത്തിന്റെ മരങ്ങളെല്ലാം വിഴുങ്ങിയതുപോലെ തോന്നി. ഒടിഞ്ഞ ശാഖകൾ, ലോഹക്കഷ്ണങ്ങൾ, ഇന്ധനത്തിന്റെ മണം പ്രദേശത്ത് നിറഞ്ഞു. വായുപുകയുടെ മണം. അടുത്തുള്ള പക്ഷികളുടെ ശബ്ദം പെട്ടെന്ന് നിന്നു. വനം ഒരു വിചിത്ര നിശബ്ദതയിലേക്ക് നീങ്ങി. അവശിഷ്ടങ്ങളിൽ നിന്നും കുട്ടികളുടെ ദുർബലമായ കരച്ചിൽ കേൾക്കാമായിരുന്നു. ലെസിക്കാണ് ആദ്യം ബോധം വീണത്. അവളുടെ തല കറങ്ങി, ശരീരത്തിൽ പോറലുകൾ. പക്ഷേ ഏറ്റവും വലിയ മുറിവ് ഹൃദയത്തിലായിരുന്നു. അവൾ സഹോദരങ്ങളെ ഒന്നൊന്നായി നോക്കി. സോളനിയും ടിയനും പരിക്കേറ്റെങ്കിലും ജീവനോടെ. ഏറ്റവും ചെറിയ കുഞ്ഞ് ക്രിസ്റ്റിൻ അമ്മയുടെ മടിയിൽ. പക്ഷേ ഇപ്പോൾ അമ്മ മഗ്നോളിയ തികച്ചും നിശ്ചലതയും തണുത്തതുമായിരുന്നു. ആ നിമിഷം ലെസിക്ക് മനസ്സിലായി, അമ്മ ഈ ലോകത്തില്ല. ആ 13 വയസ്സുള്ള പെൺകുട്ടിയുടെ കണ്ണിൽ നിന്നും കണ്ണീർ ഒഴുകി. പക്ഷേ ആ സഹോദരങ്ങളുടെ മുമ്പിൽ തകരാൻ അവൾ അനുവദിച്ചില്ല. ആ നിമിഷം അവൾ സഹോദരി മാത്രമല്ല, അമ്മയും നേതാവുമായിരുന്നു. വൈകുന്നേരമാകുമ്പോൾ ആമസോൺ വനത്തിൻ്റെ നിറം മാറി. സൂര്യൻ്റെ അവസാന കിരണങ്ങൾ ഇടതൂർന്ന മരങ്ങളിൽ മറഞ്ഞു. ഇരുട്ട് വീണു. വായു ഭാരമുള്ളതും ഈർപ്പമുള്ളതും. മണ്ണിൻ്റെയും കാട്ടുചെടികളുടെയും മണം സ്വതന്ത്രമായി പരന്നു. ദൂരെ നിന്ന് വിചിത്ര ശബ്ദങ്ങൾ വരാൻ തുടങ്ങി. മൃഗങ്ങളുടെ അലർച്ച, പക്ഷികളുടെ കരച്ചിൽ. കുട്ടികൾ അമ്മയുടെ ജഡമായ ശരീരം അവിടെ വിട്ട് അവശിഷ്ടങ്ങളിൽ ഇടമുണ്ടാക്കിയിരുന്നു. ലെസി സഹോദരങ്ങളെ അടുത്തു പിടിച്ചു. വിശപ്പും ദാഹവും അവരെ ദുർബലമാക്കി. ഭയം കൂടുതൽ അസ്വസ്ഥരാക്കി. ആദ്യ രാത്രി ഏറ്റവും കഠിനമായിരുന്നു. ക്രിസ്റ്റിൻ്റെ കരച്ചിൽ കാട്ടിൽ ഭയം കൂട്ടി. സോളിനി അമ്മയെ വിളിച്ചുകൊണ്ടേയിരുന്നു. ടിയൻ സഹോദരിയുടെ മാറിൽ വിറച്ചുകൊണ്ട് ചേർന്നു. ലെസി അമ്മയിൽ നിന്നും പഠിച്ചത് ഓർത്തു. കാട്ടിൽ നഷ്ടപ്പെട്ടാൽ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുക, പാനിക് ആവരുത്. അവൾ അമ്മ പറഞ്ഞ വാക്കുകൾ ആവർത്തിച്ച് കുട്ടികളെ ശാന്തരാക്കി. ആ ഇരുണ്ട രാത്രിയിൽ കുട്ടികൾ ഒന്നിച്ചു ചാരിയിരുന്നു. ദൂരെ മിന്നൽ മിന്നി. ആകാശത്തു നിന്നും ചാറ്റൽ മഴ ഇലകളിൽ തുള്ളി വീണു. പക്ഷേ ഇതൊരു തുടക്കം മാത്രമായിരുന്നു. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ 4 ചെറിയ കുട്ടികൾക്ക് ഈ രഹസ്യവും അപകടകരവുമായ കാട്ടിൽ 40 ദിവസം ജീവിക്കേണ്ടിയിരുന്നു. പിറ്റേന്ന് പ്രഭാതത്തിൻ്റെ ആദ്യ കിരണങ്ങൾ ആമസോൺ കാട്ടിൽ സ്വർണ്ണ നിറത്തിൽ ചായം തീർത്തു. മരങ്ങളുടെ ഉയരം അത്രയധികമായിരുന്നു. സൂര്യപ്രകാശം നേരിട്ട് ഭൂമിയിലെത്താൻ ബുദ്ധിമുട്ട്.
ഒടിഞ്ഞ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ വനത്തിൻ്റെ പച്ചപ്പിനടിയിൽ ഒളിഞ്ഞിരിക്കുന്നത് പോലെ. രാത്രിയുടെ ഭീകരത കഴിഞ്ഞു, പക്ഷേ വിശപ്പും ദാഹവും പുതിയ ഭയങ്ങൾ സൃഷ്ടിച്ചു. 13 വയസ്സ് മാത്രമുള്ള ലെസി ഇപ്പോൾ ഒരു ചെറിയ ഗ്രൂപ്പിൻ്റെ നേതാവായി. കണ്ണീർ ഒതുക്കി ജീവിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ചു. സഹോദരങ്ങളെ ശാന്തരാക്കി. ഒന്നിച്ച് ഈ പ്രശ്നം മറികടക്കാമെന്ന് പറഞ്ഞു. വിമാനാവശിഷ്ടങ്ങൾ തിരഞ്ഞപ്പോൾ ചില സാധനങ്ങൾ കിട്ടി. അല്പം ഉണക്കിയ മാവ്, ചില ഒടിഞ്ഞ ബോട്ടിലുകൾ. ഇത് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ. ലെസി മാവ് ശ്രദ്ധിച്ച് വീതം വെച്ചു. രുചിയില്ലാത്തതും ഉണങ്ങിയതുമായിരുന്നു ഭക്ഷണം, പക്ഷേ വയറ്റിൽ അല്പം ഊർജം നൽകി. അമ്മയുടെ വാക്കുകൾ ഓർത്തു. തദ്ദേശീയ ഗോത്രക്കാരിയായ അമ്മ കുട്ടികളെ കാട്ടിൽ ജീവിക്കുവാൻ പഠിപ്പിച്ചിരുന്നു. ലെസി ആ അറിവ് ഉപയോഗിക്കുവാൻ തുടങ്ങി. ചുറ്റുമുള്ള മരങ്ങളും ചെടികളും ശ്രദ്ധാപൂർവം നോക്കി. ഏതൊക്കെ പഴങ്ങൾ സുരക്ഷിതം, ഏതൊക്കെ വിഷമുള്ളത്. അജ്ഞാതമായി ഒന്നും തിന്നരുതെന്ന് കുട്ടികളോട് പറഞ്ഞു. ചെറിയ ക്രിസ്റ്റിൻ ഇടയ്ക്ക് കരഞ്ഞു, പക്ഷേ ലെസി അവനെ ആശ്വസിപ്പിച്ചു. ആദ്യ ദിവസങ്ങളിൽ ഉണക്കിയ മാവ് കഴിച്ചായിരുന്നു തള്ളി നീക്കിയത്. പിന്നീട് ലെസിയുടെ തദ്ദേശീയ അറിവ് കൊണ്ട് കാട്ടുപഴങ്ങൾ, വിത്തുകൾ, വെള്ളം എന്നിവ കണ്ടെത്തി. മരം കൊമ്പുകൾ കൊണ്ട് ചെറിയ ഷട്ടറുകൾ ഉണ്ടാക്കി. കനത്ത മഴയിൽ നനഞ്ഞു. രാത്രി ജാഗോർ, പാമ്പ്, കാട്ടുപന്നി തുടങ്ങിയ മൃഗങ്ങളുടെ ശബ്ദം കേട്ട് ഭയന്നു. പക്ഷേ ലെസി സഹോദരങ്ങളെ ഒരുമിച്ച് നിർത്തി കഥകൾ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു. രക്ഷപ്പെടാൻ നടക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിയ വഴികളിലൂടെ പോയി. തിരച്ചിൽ സംഘം അവരുടെ കാലടി, ബോട്ടിലുകൾ എന്നിവ കണ്ടെത്തി. ഹെലികോപ്റ്ററിൽ നിന്നും ഭക്ഷണങ്ങൾ ഇറക്കി, പക്ഷേ കുട്ടികൾ ഭയന്ന് ഒളിച്ചു. 40 ദിവസങ്ങൾക്ക് ശേഷം 2023 ജൂൺ 9 കൊളംബിയ സൈന്യവും തദ്ദേശീയരും ചേർന്ന് അവരെ കണ്ടെത്തി. റേഡിയോയിൽ മിറാക്കിൾ മിറാക്കിൾ എന്ന് വിളിച്ചു. കുട്ടികൾ ദുർബലരായിരുന്നു, പക്ഷേ ജീവനോടെ. ലെസി പറഞ്ഞു, ഞാൻ വിശന്നു. ചെറിയവൻ, അമ്മ മരിച്ചു. അവരെ ഹെലികോപ്റ്ററിൽ ബൊഗോട്ടയിലേക്ക് കൊണ്ടുപോയി ചികിത്സിച്ചു. ലോകം മുഴുവൻ ആശ്ചര്യപ്പെട്ടു. ഈ ഒരു യഥാർത്ഥ സംഭവത്തിൽ തെളിയിക്കുന്നത് ധൈര്യവും പ്രതീക്ഷയും ഒരിക്കലും തോൽക്കില്ല എന്നതാണ്. ഇതുപോലുള്ള ഡോക്യുമെൻ്ററികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.